ഇന്ത്യയിലെ തന്നെ അത്യപൂർവമായ 2 കല്ലറകളാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. കമിതാക്കളെ പോലെ ഇവിടെ ഒരുമിച്ചുറങ്ങുന്നത് ഒരു സ്ത്രീയും പുരുഷനുമല്ല, മറിച്ച് 2 പുരുഷന്മാരാണ്, ജമലിയും കമലിയും. ലോധി മുഗൾ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു സൂഫി അവധൂതനും കവിയുമായിരുന്നു ജമാലി എന്നറിയപ്പെട്ടിരുന്ന ഷേഖ് ഫസ്ലുള്ള. ഇനി കമലി ആര്? കമലി ആരാണെന്നോ ചെയ്തിരുന്ന ജോലി എന്താണെന്നോ സൂചിപ്പിക്കുന്ന വ്യക്തമായ യാതൊരു രേഖകളും ചരിത്രകാരന്മാർക്ക് ഇന്ന് വരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ കമലി ജമാലിയുടെ കാമുകനായിരുന്നു എന്ന് ബഹുഭൂരിപക്ഷം മനുഷ്യരും വിശ്വസിക്കുന്നു. ഈ വാദിക്കുന്നത് സത്യമാണെങ്കിൽ ചരിത്രത്തിലെ ആദ്യകാല ഗേ മോണ്യുമെന്റ്സിൽ ഒന്നായി മാറും ജമലി കമലിയുടെ കല്ലറകൾ. 1529 ഡൽഹിയിലെ മെഹ്റോളിയിൽ പണി കഴിപ്പിച്ച ഈ മസ്ജിദിന് സമീപമാണ് ജമലിയും കമലിയും അടക്കം ചെയ്തിരിക്കുന്നത്. ചിലരെങ്കിലും വാദിക്കുന്നുണ്ട് കമാലി ജമാലിയുടെ ഭാര്യയായിരുന്നുവെന്ന്. എന്നാൽ കല്ലറയുടെ ബാഹ്യമായ അടയാളങ്ങളെല്ലാം ഒരു പുരുഷന്റെ കല്ലറയാണ് സൂചിപ്പിക്കുന്നത് എന്നതുകൊണ്ട് ഈ വാദം തള്ളിക്കളയാതെ വയ്യ. ഇവർ കമിതാക്കളാണെന്ന് അംഗീകരിക്കാൻ മടിയുള്ള മറ്റു ചിലർ കമാലി ജമാലിയുടെ ശിഷ്യനാണെന്ന വാദവുമായി വന്നു. എന്നാൽ അന്നത്തെ സാമൂഹിക ചുറ്റുപാടിൽ ഗുരുവിനെയും ശിഷ്യനെയും ഒരുമിച്ചടക്കുന്ന പതിവില്ല. പങ്കാളികൾ മാത്രമാണ് ഇത്തരത്തിൽ ഒരുമിച്ചടക്കപ്പെടുന്നത്. ഇവർ സ്വസ്ഥമായി ഉറങ്ങുന്ന സ്ഥലം സാമൂഹ്യ വിരുദ്ധർ നശിപ്പിക്കുമോ എന്ന ഭയത്തിൽ പലപ്പോഴും പൂട്ടിയാണ് കിടക്കുന്നത്. നിങ്ങളുടെ ഭാഗ്യത്തിന് അവിടെയുള്ള സെക്യൂരിറ്റി ഇത് തുറന്നു തന്നാൽ അതിമനോഹരമായ പേർഷ്യൻ സ്വാധീനമുള്ള ചുവർച്ചിത്രങ്ങൾ കാണാൻ സാധിക്കും. ശരിക്കും വൺ ഓഫ് എ കൈൻഡ് എന്ന് പറയാവുന്ന ഫ്രെസ്കോ പെയിന്റിംഗ്സ്. കമാലി ജമാലിയുടെ ആരായിരുന്നു എന്ന പ്രഹേളിക ഇന്നും തുടരുകയാണ്. ആ ചോദ്യം ഒരു ചോദ്യമായി തന്നെ അവശേഷിപ്പിച്ചുകൊണ്ട് 2 ആത്മാക്കൾ അവിടെ സ്വസ്ഥമായി ഉറങ്ങുന്നു.